ഗ്രേവി മാത്രം കഴിച്ചാൽ മതി, അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് മുട്ട കഴിക്കാം. ഹായ്, ഇന്ന് നമുക്ക് എഗ്ഗ് ഗ്രേവി ഉണ്ടാക്കാം. എൻ്റെ മൈക്കൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ ഞാൻ ആദ്യം ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ഇന്നിപ്പോൾ മഴയായതുകൊണ്ട് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഒച്ച എടുത്തിട്ടാണ് സംസാരിക്കണേ. അപ്പം നമുക്ക് അത് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു 20 മുട്ടയാണ് എടുത്തേക്കണേ. അപ്പം നമുക്ക് ഈ മുട്ട നമുക്ക് പുഴുങ്ങാനായിട്ട് കഴുകിയെടുക്കാം. നമുക്ക് മുട്ട കഴുകിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമ്പോൾ മുഴുവൻ അഴുക്കല്ലേ. അത് ചിലതൊക്കെ വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോവും, അപ്പോൾ അഴുക്കൊക്കെ ഉള്ളിൽ പോവും. അതുകൊണ്ട് കഴുകിയെടുക്കണതാണ്. ഞാൻ 20 എടുത്തിട്ടുള്ളൂ എന്ന് പറയണത് വലിയ ചീഞ്ചട്ടി അവിടെയാണേ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുഞ്ഞു ചീഞ്ചട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറേ വയ്ക്കാൻ പറ്റില്ല. നമുക്ക് സ്റ്റവ് കത്തിച്ച് പുഴുങ്ങാൻ വയ്ക്കാം. അപ്പോൾ അതൊന്ന് വേവട്ടെ. നമുക്ക് മുട്ട വെന്തോ നോക്കാം. നല്ലോണം വെന്തോ. അപ്പോൾ ഇനി നമുക്കത് വെള്ളം കളഞ്ഞ് പച്ചവെള്ളത്തിൽ വയ്ക്കാം, മുട്ട തോല് പൊളിച്ചെടുക്കാനായിട്ടേ. പിന്നെ നമുക്കത് ഇറക്കി വയ്ക്കാം. പിന്നെ നമുക്ക് മുട്ട തോല് കളഞ്ഞെടുക്കാം. ചില മുട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞുണ്ടാവും, അതൊന്നും സാരില്ല. നമുക്ക് ഈ മുട്ടേനെ ചെറുതായിട്ട് വളരെ നേർമേൽ ഉള്ളിലേക്കൊന്നും തട്ടാത്ത രീതിയിൽ ഒരു 4 വരയിൽ കൊടുക്കുക. അങ്ങനെ, ഓക്കെ. എല്ലാ മുട്ടയും അധികമൊന്നും വേണ്ട, നമുക്ക് കണ്ണിൽ കാണില്ല, അത്രയും നൈസായിട്ട് വരിഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പർ. ഇത് നമുക്കൊന്ന് വെറുതെ ഒന്ന് പരട്ടിയെടുക്കുക. പത്ത് 20 മിനിറ്റ് നമുക്കിത് വെച്ചിട്ട് ഇതുമ്മേ ഒന്ന് പിടിക്കട്ടെ. ഈ ഉപ്പും മുളകൊക്കെ ഒന്ന് ഇതിൽ പിടിക്കട്ടെ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതിലേക്കുള്ള സബോള കട്ട് ചെയ്യാം. കുറച്ച് ഇതെടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് മുട്ട എടുത്തതുകൊണ്ട് കുറച്ച് സബോള മതി. പിന്നെ എൻ്റെ കട്ടിങ്ങിൻ്റെ ഇതൊക്കെ അവിടെയാണ്, എന്താടാ അതിനെ പറയാ, ട്രേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതുമ്മ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. നല്ല കുനുകുനാങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല രസം ഉണ്ടാവുള്ളൂ കേട്ടോ. അയ്യോ, ഞാൻ ഉറക്കെ പറഞ്ഞില്ല അല്ലേ, മൈക്കില്ലാത്തതുകൊണ്ട്. അപ്പം എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. പിന്നെ ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ നല്ല കൊറോണയാണ്. ഞങ്ങളുടെ ഈ ഭാഗം മീൻസ് കോയമ്പത്തൂർ. നിങ്ങൾക്കൊക്കെ എങ്ങനെ? കൊറോണ കൊണ്ടേ പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല, ഒരു സാധനം മേടിക്കാൻ പോകാൻ പറ്റണില്ല. ഞാനൊക്കെ ഇരിക്കുന്ന സൈഡൊക്കെ 4 ഭാഗം ലോക്കാ. അപ്പം ഇനി ഇതിലേക്ക് തക്കാളി നമുക്ക് കട്ട് ചെയ്യാം. ഒരു 3 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നല്ല ചെറുതായി കുനുകുനാന്നിനെ. നമുക്കിത് വേണമെങ്കിൽ അരയ്ക്കാം, വേണ്ട. ഇതിങ്ങനെ വെന്ത് വരുന്ന വഴറ്റി വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതാണ് നല്ലത്. ഇപ്പം സമയം ഒരു 12:15 ഉച്ചയ്ക്ക്. 1 മണിയാവുമ്പോൾ ഇവിടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അതിന് അമ്മ വേഗം അവസാനിപ്പിക്കുന്നതാണ് എന്നോട് പറയണേ, ഇവിടുത്തെ ക്യാമറാമാനേ.
ഇതൊന്ന് അവസാനിപ്പിച്ചിട്ട് വേണമല്ലോ അങ്ങോർക്ക് ഫോൺ കിട്ടാനേ. ഇതാ ഇങ്ങനെ പൊടി പൊടിയായിട്ട് എരിഞ്ഞെടുക്കുക കേട്ടോ. ഉണ്ടോ? ഓക്കെ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇത് ഞാൻ മുമ്പ് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്ര മതി കേട്ടോ വെളുത്തുള്ളി. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇഞ്ചി നമുക്ക് തൊലി കളഞ്ഞെടുക്കാം. ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഞ്ചിക്ക് തൊലി കളയുന്നത് ഇഷ്ടമില്ല കേട്ടോ. ഇഞ്ചീനെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്താൽ മതി. ഇത്രേ. പച്ചമുളക് അരിഞ്ഞിടാം. പച്ചമുളക് വല്ലാണ്ട് ചെറുതാക്കണ്ട, കാരണം അത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ എടുത്ത് കളയാനുള്ളതാണല്ലോ, തിന്നാനുള്ളതല്ലല്ലോ. അതുകൊണ്ട് പച്ചമുളക് കുറച്ച് വലുതാക്കാം നമുക്ക്. ഓക്കെ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ഓക്കെ. അപ്പം നമുക്ക് ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വഴറ്റാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും നൊട്ട ചെല്ലുമ്പോഴേ അപ്പം ആ ചൂടുകൊണ്ട് അതങ്ങനെ ഒട്ടിപ്പിടിക്കരുതല്ലോ, അതുകൊണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഉടയാണ്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. വലിയ കരണ്ടിയൊക്കെ ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞു പോവും. സോഫ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പം നമുക്കിത് നല്ലോണം വഴറ്റി നല്ലോണം വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് സബോള വഴറ്റാം. ഞാനിപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറുവപ്പട്ട ഇട്ട് കൊടുക്കാം. കറുവപ്പട്ട ഒന്ന് ചൂടാവട്ടെ. വലിയ മസാലയും കാര്യങ്ങളൊന്നും ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. നല്ല മണക്കം വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വലിയ കാര്യമായിട്ട് നല്ല എന്താ പറയുക ആലീസുള്ള പണിയൊന്നുമല്ല. കുഞ്ഞ് വടച്ചട്ടി ആയതുകൊണ്ട് ഇങ്ങനെയായിട്ട് കാണിക്കണമെന്ന് മാത്രം. വലിയ വടച്ചട്ടിയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഇട്ട് ഇളക്കിയാണ്. നന്നായി ഒന്ന് വഴറ്റി കേട്ടോ. ഇപ്പം നമുക്ക് സബോള നല്ലോണം വഴറ്റിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കൂ, കണ്ടോ, ഒരു ബ്രൗൺ കളറായിട്ടില്ലേ. ഇതിലേക്ക് ഇപ്പം നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മസാല വേണ്ട, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറുവപ്പട്ടയും പെരിഞ്ചീരകം കിട്ടുമല്ലോ, അത് മതി. ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് വിട്ടാൽ മാത്രം മതി. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഇതിലേക്ക് കൊടുക്കാം. തീ ഒന്ന് കുറച്ചിടാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊന്ന് നന്നായി ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഗ്രേവി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മുട്ടയും കൂടെ ചേർക്കാം. അത് എഗ്ഗിൽ നല്ലോണം മസാല പിടിക്കണം. അപ്പോൾ ഇത് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ വയ്ക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. നോക്കിയിട്ടിട്ടാൽ മതി, കാരണം എഗ്ഗിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് നോക്കിയിട്ടിടാം. മിനിറ്റ് നമുക്കൊന്നത് മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ മുട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പതുക്കെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ മുട്ടയൊക്കെ ഉടഞ്ഞു പോവേ. ഞാൻ ഈ കരണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉടയാണ്ട് കിട്ടിയത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ മുട്ട കൊത്തി പൊരിച്ചതായേനെ. നല്ല ഭംഗിയുണ്ട്, മണമുണ്ട്, തിന്നാൻ തോന്നിയിട്ടും വയ്യ. എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. അവസാനം നമുക്ക് ഇത്തിരി കരിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 4-5 കതിര് കരിവേപ്പില. ഇതിൽ ഉപ്പുണ്ടോ മിളകുണ്ടോ നോക്കട്ടെ കേട്ടോ. അല്ലാണ്ട് നല്ല രസമുണ്ട്. വിശന്നിട്ട് വയ്യ. പിന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. അത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഗ്രേവി മാത്രം കഴിച്ചാൽ മതി, അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് മുട്ട കഴിക്കാം. ഇതിൽ നമ്മളാ പറഞ്ഞതുകൊണ്ടേ ആ മസാലയൊക്കെ നന്നായി കൊണ്ട് പിടിച്ചു. ഉപ്പും സാധാരണ മുട്ട പുഴുങ്ങിയത് കഴിക്കുന്ന പോലെ അല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഈ മസാലയൊക്കെ പിടിച്ചു. അപ്പം നമുക്ക് ഇത് കണ്ടിട്ട് ഷെയർ ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് കൊടുക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും കേട്ടോ ഞാൻ. ഓക്കെ.